ആദ്യം തന്നെ ഐ പേഴ്സണലിയുടെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാൻ കാളിദാസ് ജയറാം. ആദ്യം തന്നെ ഈ പടം എനിക്ക് ഞാനല്ല ഈ പടം സെലക്ട് ചെയ്യുന്നത്. ഈ പടം ശരിക്കും ജിത്തു ജോസഫ് സാറാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ഈ സിനിമയിലേക്ക്. കാരണം പൂമരം കഴിഞ്ഞ് ഒരു റിലീസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജിത്തു സാർ എന്നെ വിളിച്ചിരുന്നു. പടം കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ മൈൻഡിലൊക്കെ വിചാരിക്കുന്നത് സാറൊക്കെ ശരിക്കും സിനിമയിൽ വിളിക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് പോലും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം മെമ്മറീസും ദൃശ്യമൊക്കെ ഞാൻ അത്രയധികം ഞാനൊരു ആസ് എ ഫാൻ, ആസ് എ ഫിലിം ബഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സിനിമകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വിളിക്കുമ്പോൾ ഭയങ്കര ത്രില്ഡായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ത്രില്ലറാണ് എക്സ്പെക്റ്റ് ചെയ്ത് സാറിനെ മീറ്റ് ചെയ്യാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം സ്റ്റാർട്ടിങ് ടിൽ എൻഡ് ഫുൾ ഹ്യൂമറസ് ആയിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ് സാർ എനിക്ക് നറേറ്റ് ചെയ്ത് തന്നെ. അതാണ് പിന്നീട് ഇപ്പോൾ വരുന്ന മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറഞ്ഞ മൂവിയായിട്ട് മാറിയതും പിന്നെ ബാക്കി കാസ്റ്റിങ്ങിലേക്ക് പോയതൊക്കെ അങ്ങനെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പൂമരം ത്രൂ ഔട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടോട്ടലി കോൺട്രാസ്റ്റ് ആയിട്ട് ഫുൾ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം സാർ ഇങ്ങനെ ഒരു 1 ലൈൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, താനൊരു റൗഡിയാണ് പടത്തിൽ. അപ്പോൾ എനിക്ക് തന്നെ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ഒരു അപ്പിയറൻസിനും റൗഡി എന്ന് പറയുന്ന ആ ഒരു ലുക്കിലേക്ക് എനിക്ക് എന്താ പറയുക, അത് ജസ്റ്റിഫൈ ആവുമോ എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഥ സാറ് ഫുൾ നറേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് പറ്റിയൊരു ക്യാരക്ടറാണ്. കാരണം ഈ ടീസർ കണ്ടവർക്ക് മനസ്സിലാവും ഇവൻ ഒരു റൗഡിയാവാൻ നോക്കുന്ന ഒരുത്തനാണ്, എന്നാൽ അവിടെ എത്തിപ്പെടുന്നുമില്ല, എന്നാൽ ഈ ഫീൽഡ് അവർ വിടാൻ പറ്റുന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും അവർ ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ആസ് എൻ ഓഡിയൻസ് നമ്മളത് പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഫണ്ണി ആയിട്ടും ഒരുപാട് ഹ്യൂമറിന് സാധ്യതയുള്ളൊരു സിറ്റുവേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ ശരിക്കും 5 ഫ്രണ്ട്സാണ്. ഞാനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ഷെബിൻ ബെൻസൺ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, വിഷ്ണു ഗോവിന്ദുണ്ട്, ശരത് എന്ന് പറഞ്ഞ പുതിയ തിയേറ്ററിൽ നിന്ന് വന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ 5 പേരും മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതും. പക്ഷേ സാറ് പറഞ്ഞത് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുറേ വർഷത്തെ പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ഓൺ സ്ക്രീൻ കിട്ടിയൊരു കെമിസ്ട്രി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് തീർച്ചയായിട്ടും അവരെല്ലാവർക്കും ആ ക്രെഡിറ്റ് പോകുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരുന്നു ഈ ഷൂട്ടിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനും. പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു സീൻ വർക്ക് ചെയ്യുമ്പോഴും എനിക്കത് ചിലപ്പോൾ ആ ഡയലോഗ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുകയാണെങ്കിൽ ഞാൻ പറയും, അത് ഞാൻ പറഞ്ഞാൽ നന്നാവില്ല, വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാം. അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് എനിക്ക് ചിലപ്പോൾ തരും. അങ്ങനെ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു പടത്തിൽ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ കെമിസ്ട്രി അത്രയും നന്നായി വർക്കൗട്ടായത്. സത്യം പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻസും ഇല്ലായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻ വലുതായിട്ട് വേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ അല്ലാന്ന് തോന്നി. കാരണം ഞാൻ ആദ്യം പൂമരം ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. കാരണം ആ ഒരു സ്റ്റുഡൻറ്റ് പോളിറ്റിക്സും അങ്ങനെ ഒരു കൾച്ചറായിട്ട് എനിക്ക് ഒട്ടും ബന്ധമില്ലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഫുൾ ഹ്യൂമറാണ്. പടം തുടക്കം തൊട്ട് ലാസ്റ്റ് ഒരു ഹ്യൂമറാണ്. അപ്പോൾ ഹ്യൂമറിൽ അത്യാവശ്യം എന്താ പറയുക, പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ ആയതുകൊണ്ടും അതിന് അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ട് പോകുന്നില്ല. നമ്മൾ ഒരിക്കലും അവരുടെ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള ലൈഫിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ടുള്ള ഡിപ്രഷനിലേക്കോ അങ്ങനെയൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് കാണുമ്പോഴും ആ ഒരു ഫീലിൽ കണ്ടാൽ കൂടുതൽ സിനിമ ഇഷ്ടമാവും. കാരണം വെറും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒന്ന് ജിത്തു സാറിൻ്റെ മേളിലുള്ള വിശ്വാസം. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റോറി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല വീട്ടിൽ. ഡിസ്കസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ അത് ആ സമയത്ത് നമ്മളങ്ങനെ കഥ കേട്ടു. പിന്നെ പെട്ടെന്ന് ഉടനെ തന്നെ ഷൂട്ടിന് പോകുമായിരുന്നു.
പിന്നീടാണ് വീട്ടിൽ അപ്പയമ്മയൊക്കെ വിഷ്വൽസാണ് പിന്നെ കണ്ടത്, ഡബ്ബൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഒരു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്രീഷിയേറ്റ് ചെയ്തു. ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ ലോനപ്പൻ്റെ മാമോദിസ ട്രെയിലറൊക്കെ ആദ്യം കണ്ടപ്പോൾ തന്നെ അപ്പയെടുത്ത് പറഞ്ഞു, ഇതാണ് എനിക്ക് അപ്പയുടെ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവീസാണ് അപ്പ കൂടുതലും ചെയ്യാൻ എനിക്കിത് ആസ് എൻ ഓഡിയൻസ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ള മൂവിയാണ്. ഇപ്പോൾ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതേപോലെ ഇപ്പോൾ ഫെബ്രുവരി 22 മിസ്റ്റർ മിസ് റൗഡി വരുന്നുണ്ട്. ചെറിയൊരു കൊച്ചു പടമാണ്, എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണമെന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമാണോന്ന്. കാരണം നമ്മൾ എത്ര വലിയ കഥയാണെങ്കിലും ഇപ്പോൾ എനിക്കൊരു ഒപ്പീനിയനും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു ഇൻപുട്സും നമ്മുടെ ഒരു ഒപ്പീനിയനും എടുക്കുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കഥ നോക്കും, പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ നോക്കും, എനിക്ക് എത്രമാത്രം അതിൽ ആ സ്ക്രിപ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കും. ഈ മൂന്ന് ഒരു ഇത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഒരു സ്റ്റോറിയിൽ. കുറേ അടുപ്പങ്ങളുണ്ട്, പക്ഷേ ഐ മീൻ നോട്ട് മറ്റേ രീതിയിലല്ല, റൗഡിസം മാറി ആ ഒരു രീതിയിലല്ല. പക്ഷേ അപ്പു പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുന്ന ആളും പെട്ടെന്ന് ചൂടാകുന്ന ആളുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് വേണം ചോദിക്കാൻ. പക്ഷേ എനിക്കിത് ചെയ്തപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒട്ടും സ്ട്രെസ്ഡ് അല്ലായിരുന്നു ഈ ഷൂട്ടിൽ. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാരണം സീരിയസ് ആയിട്ടൊന്നും ചെയ്യാനില്ല. കോമഡി ആകുമ്പോൾ നമുക്കതിൽ ഇഷ്ടം പോലെ നമുക്കൊരു സമയം പോകുന്നത് തന്നെ അറിയില്ല. ശരിക്കും ഷൂട്ടിൽ രാവിലെ എണീറ്റ് ഒരു ഷൂട്ടിന് പോകുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലെ ക്രൂ ആയാലും ക്യാമറ ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. സതീഷ് ഏട്ടനൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. സതീഷ് ഏട്ടൻ പിന്നെ സാറാണെങ്കിലും ഇത്രയും വലിയൊരു സീനിയർ ഡയറക്ടറായിട്ട് നമ്മുടെ അടുത്ത് ഇതുവരെ പെരുമാറിയിട്ടില്ല. നമ്മുടെ കൂടെ ശരിക്കും ഒരു 25 വയസ്സുകാരൻ എങ്ങനെ ഒരു കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമോ അതേപോലെ ആയിരുന്നു സാർ. അപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ പടം ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്തു. അന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനെ ജസ്റ്റ് പോവുക, ഡയറക്ടർ പറയുന്ന അങ്ങനെ ചെയ്തിട്ട് വരിക എന്നുള്ളതല്ലാതെ നമ്മൾ അധികം അങ്ങനെ ആലോചിക്കുകയോ അങ്ങനെ ഡിസിഷൻ എടുക്കുകയോ അങ്ങനത്തെ ഒരു ഏജ് അല്ലായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നെ നമ്മളായിരിക്കും അതിലെ ലീഡും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതും എൻജോയ് ചെയ്യുന്നു, അതും എൻജോയ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞാൻ സിനിമയിലേക്ക് വന്നത് എന്ന് പറയുന്നത് എനിക്ക് സിനിമ ഇഷ്ടമായതുകൊണ്ട്, അല്ലാതെ ഒരു ആക്ടിങ് മാത്രം ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല. എനിക്ക് ആസ് എ സിനിമ ആസ് എൻ ആർട്ട് ഫോം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെ എല്ലാ ആസ്പെക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ മീൻസ് എൻ്റെ ഷോട്ട് കഴിഞ്ഞാലും ഞാനൊരു സൈഡിൽ പോയി അധികം ഇരിക്കാറില്ല. ഞാൻ ഒന്നിൽ അവിടെ ഡയറക്ടറിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാമറ ആ സൈഡിൽ എവിടെയെങ്കിലും. കാരണം എനിക്ക് ചുമ്മാ കണ്ടുപഠിക്കല്ല, അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് എനിക്ക് അവിടെ പോയി നിൽക്കുക. എനിക്ക് ഈ ഹോൾ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും പെട്ടെന്നൊരു ഷൂട്ടിംഗ് ആരെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് വണ്ടി നിർത്തി വെറുതെ കാണും. കാരണം അതിലൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര പാഷൻ സിനിമ. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ടാലൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ആക്ടിങ്ങിലാണെങ്കിലും ഏത് ടെക്നിക്കൽ ടീമിലാണെങ്കിലും ഒരുപാട് നല്ല ടാലൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ എന്നാലല്ലേ നമ്മുടെ ഒരു ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അധികം അങ്ങനെ മിണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ സാർ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ കൂടെ ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര കംഫർട്ടബിളാക്കി. ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റും നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഒട്ടും വർക്കൗട്ടല്ല. അത് നമ്മൾ എൻജോയ് ചെയ്താലേ അത് കാണുന്ന ഓഡിയൻസിന് ആ ഒരു വൈബ് കിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു പടത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഓഡിയൻസ് അത് എൻജോയ് ചെയ്തോ ഇല്ലയോ എന്ന് തിയേറ്ററിൽ വരുമ്പോൾ കാണാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ നോക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്യുക. മീൻ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത് ചിലപ്പോൾ വേറൊരു ഗ്രൂപ്പിന് ഇഷ്ടമാവില്ല. അപ്പോൾ എപ്പോഴും എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് മീൻ മെജോറിറ്റിക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുക. ആൻഡ് ഇതിപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കഥ കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഇതിലെ തമാശകളും, കാരണം പണ്ടൊക്കെ ഞാനിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നത് ഇങ്ങനെ ശരിക്കുള്ള തമാശ പടങ്ങളാണ്. കാരണം പണ്ട് വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഒരു കോമഡി മൂവീസ് ഇപ്പോൾ എനിക്ക് ആസ് എൻ ഓഡിയൻസ് ഞാൻ അധികം കാണാറില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് പണ്ടൊക്കെ അപ്പ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ ഒരു മുകേഷ് അങ്കിളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി ഈ സ്ക്രിപ്റ്റിലേക്ക്. തീർച്ചയായിട്ടും ഇതിൻ്റെ ജോണറാണ് എന്നെ അട്രാക്ട് ചെയ്തത്. കാരണം എനിക്ക് ഈ ഒരു ജോണറിനോട് ആസ് എൻ ഓഡിയൻസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ക്ലാസിക് സിനിമകൾ കാണാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിക്കും. എനിക്കിഷ്ടം തമാശ പടങ്ങൾ കാണാനാണ്, എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകൾ കാണാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അതാണ് മെയിൻ ഒരു കീ ഇതിലേക്ക് വരാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ആ പേരിലുള്ള ഒരു വിശ്വാസം, ഇതൊക്കെയാണ് ഈ മൂവിയിലേക്ക് വരാനുള്ള റീസൺ. ഇതിൽ ശരിക്കും എൻ്റെ കൂടെ ഗണപതി, ഷെബിൻ, വിഷ്ണു ഗോവിന്ദ്, ശരത് എന്നാണ് 4 പേരാണ് കൂടെ ചെയ്യുന്നത്. അതിൽ ഗണപതിയുടെ ക്യാരക്ടർ ആസിഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ആസിഫ് ഭയങ്കര സീരിയസ് ആയിട്ട് വീട്ടിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു കോമൺ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ എന്തെങ്കിലും ആവട്ടെ എന്നാൽ പിന്നെ റൗഡിസമെങ്കിൽ റൗഡിസം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു 5 പേര് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ എന്താ പറയുക ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫിലേക്കൊരു അപർണയുടെ ക്യാരക്ടർ വരുന്നു. അപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ശരിക്കും ഈ 5 പേരെന്ന് പറയുന്നത് ഭയങ്കര റഫായിട്ടുള്ള 5 പേരാണ്. ഇവരുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ ശരിക്കും ആ ക്യാരക്ടർ ഇവരുടെ 5 പേരെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് അങ്ങനെ പെർഫോം ചെയ്തില്ലെങ്കിൽ പടം തന്നെ ചിലപ്പോൾ നിൽക്കില്ല. അപ്പോൾ അപർണയെ കിട്ടിയത് ഞങ്ങൾക്ക് വലിയൊരു പ്ലസ് ആണ് ഈ പടത്തിന്. കാരണം അപർണയുടെ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട അപർണയുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ അപർണയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട്. അതിൽ വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും എനിക്കിതുവരെ ഒരു ഹീറോയിനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റായിട്ടോ ഒന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. നമ്മുടെ കൂടെ എന്താ പറയുക, ഞങ്ങൾ 5 ആൺപിള്ളേരുടെ കൂടെ ഏത് നേരം അടിച്ചു പൊളിച്ച് കമ്പനി അടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എനർജി തന്നെ ഓൺ സ്ക്രീനിൽ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാവരും വലുതായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ശരിക്കും ജസ്റ്റ് ബിഹേവ് ചെയ്ത് പോയാൽ മാത്രം മതിയായിരുന്നു. ഈ സ്ക്രിപ്റ്റിൻ്റെ അത്ര ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ട്രൈ ചെയ്യാറില്ല. നമ്മൾ ചുമ്മാ പറ്റുന്ന രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മൈൻഡിലൊരു സ്ട്രക്ചർ വരും. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലുക്കിൽ നമ്മൾ ഡയറക്ടറിനെ പോയി കാണിക്കും. പിന്നെ ഡയറക്ടറിന് ഇഷ്ടം, അത് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ ആക്കും. ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിൽ, അല്ലാതെ ഇതിനേക്കാളും ഭയങ്കര മേക്ക് ഓവർ നടത്തിയിട്ടുള്ള എത്രയോ ആക്ടേഴ്സ് നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. പക്ഷേ എന്നാലും പറ്റുന്ന രീതിയിൽ മേക്ക് ഓവർ ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് നല്ല സ്ക്രിപ്റ്റ് വരണം, നല്ല കഥ വരണം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത്
മീൻ ഓഡിയൻസും അത്രയും എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ചുമ്മാ ചാടിക്കറി ഏതെങ്കിലും ഒരു മൂവി ചെയ്യാതെ നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ആസ് ഓഫ് നൗ ഞാൻ എൻ്റെ ഒരു ജോലിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു ആക്ടർ ആവണമെന്നാണ് എൻ്റെ ആംബിഷനും എൻ്റെ പാഷനും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ആക്ടറായി, അപ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൈഫ്. അപ്പോൾ നോക്കാം, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഐഡിയ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ലാംഗ്വേജ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ലാംഗ്വേജ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. ബാക്കി അതിൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നതും കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു സെയിം സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആസ് ഓഫ് നൗ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലും മലയാളം മൂവീസാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ കിട്ടുന്ന മൂവീസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കുറേ നാൾ പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.